ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ഒരു അറസ്റ്റ് നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുകയാണ്. അതിന്റെ വെപ്രാളമാണ് ഇപ്പോൾ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണം കട്ടവനെ മുഖ്യമന്ത്രിക്ക് കൂടെ കൊണ്ടു നടക്കുന്നതിന് പ്രശ്നമില്ല. അതിന്റെ ഒരു ചിത്രം ഫേസ്ബുക്കിലിട്ടതിനെതിരെയാണ് ഇപ്പോൾ കേസ്. അഴിഞ്ഞാടുന്ന പോലീസ്. ഇത് ദേവസ്വം മന്ത്രിയുടെ ഉൾപ്പെടെ ആരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനയിൽ നിന്നും വന്നിരിക്കുന്നതാണ്. അതൊരു പക്ഷേ ഡി മണിയുടേതോ കടകംപള്ളിയുടേതോ ആകാൻ സാധ്യതയുണ്ട്. ആ ഭയമാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. സ്വർണം കൊണ്ടുപോയി കാച്ചിയെടുത്തുണ്ടാക്കി അത് മാത്രം വിറ്റ് കാശാക്കിയതല്ല ഇപ്പോഴത്തെ സ്വർണ്ണമോഷണം എന്ന് പറയുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവയെ നമ്മൾ പുരാവസ്തുക്കളായാണ് കണക്കാക്കുന്നത്. അതും ക്ഷേത്രത്തിലേതാകുമ്പോൾ 100 ഇരട്ടി വിലയില്ലാതായി അത് മാറുന്നു. അങ്ങനെയുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന വമ്പൻ സ്രാവുകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ നൽകിയ തുക നിർവചിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ടാണ് SIT വളരെ കരുതലോടെ നീങ്ങുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന പ്രതീതി വന്നിട്ടുണ്ട്. SITയെ കഴിഞ്ഞ മാസം തന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടതിനാൽ ഹൈക്കോടതി വ്യക്തമായ താക്കീത് നൽകിയതാണ്. എന്തുകൊണ്ടാണ് വൈകുന്നതെന്നും ആരെയാണ് ഭയക്കുന്നതെന്നും കോടതി ചോദിച്ചതാണ്. മാത്രമല്ല ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മെല്ലെ പോക്ക് എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 അറസ്റ്റും നടന്നു. ഇപ്പോഴിതാ വിഗ്രഹ കച്ചവടക്കാരൻ ഡി മണിയുടെ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നു. അറസ്റ്റിന് സാധ്യതയേറി വരികയാണ്. ഇതാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് പ്രവാസി വ്യവസായിയും പറഞ്ഞ ഡി മണിയെങ്കിൽ സംഗതി മാറും. ഇയാൾ നടത്തിയ കൊള്ളക്കടത്തുകൾ, അയാൾക്ക് കേരളത്തിലെ ചില പ്രമുഖ നേതാക്കളുമായുള്ള ബന്ധം, ആ ബന്ധം വഴി കടത്തിയ വിഗ്രഹങ്ങളടക്കമുള്ള പുരാവസ്തുക്കൾ, ഇതിനെല്ലാം CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഉത്തരം പറയേണ്ടി വരും. അതാണ് ഈ അറസ്റ്റിനെ CPM വളരെയധികം ഭയക്കുന്നത്. മറ്റൊന്ന്, മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ വ്യക്തമായി ജ്യോത്സ്യർ പറയുന്നത് പോലെ പറഞ്ഞതാണ് ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് പോയതെന്നുള്ളത്. അതറിയണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന് അറിയാം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്നുള്ള കാര്യം. ഇത് കേട്ട കടകംപള്ളി സതീശനെതിരെ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുത്തെങ്കിലും പ്രതിപക്ഷ നേതാവ് അതിൽ തടസ്സ ഹർജി കൊടുത്തത് വിശദീകരണം നൽകാൻ കോടതിക്ക് മുന്നിൽ ധൈര്യസമേതം എത്തുമെന്ന് അറിയിച്ചതോടെ കടകംപള്ളി മിണ്ടിയിട്ടില്ല. അദ്ദേഹം ഇനി മിണ്ടില്ല. അങ്ങനെ കടകംപള്ളിയുടെ അറസ്റ്റും നടന്നുകൂടായികയില്ല. അതാണ് സത്യം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 അറസ്റ്റ് നടക്കാനിരിക്കെ വലിയ അങ്കലാപ്പിലാണിപ്പോൾ CPM നേതൃത്വം.